മഹാഭാരത യുദ്ധം അതിൻ്റെ എല്ലാ വന്യഭാവങ്ങളോടുകൂടി 15-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രയും ദിവസത്തെ യുദ്ധത്തിനകം തന്നെ പാണ്ഡവർക്കും കൗരവർക്കും നിരവധി മഹാരഥന്മാരെയും യോദ്ധാക്കളെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ മഹായുദ്ധത്തിനൊടുവിൽ ആരാണ് വിജയം കാണുക എന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയും അവിടെ നിലനിൽക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥൻ കൂടിയായ ദ്രോണർ കൗരവരുടെ സൈന്യാധിപനായി നിന്നുകൊണ്ട് അതിശക്തമായ യുദ്ധം നയിക്കുന്നു എന്നത് തന്നെ. അർജുനനൊഴിച്ച് ആർക്കും അദ്ദേഹത്തെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന അവസ്ഥയും നിലനിൽക്കുന്നു. യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ദ്രോണരെ പരാജയപ്പെടുത്തണം. ആപദ്ബാന്ധവനായ ശ്രീകൃഷ്ണന്റെ ഉപായത്തോടെ അവരതിനുവേണ്ടി ഒരു മാർഗം കണ്ടെത്തുന്നു. എതിരാളികളായ കൗരവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ആശയം. ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ധർമ്മപുത്രരെ കൊണ്ട് ഒരു കള്ളം പറയാതെ പറയിക്കുക. ദ്രോണരെ വധിക്കാനായി കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുന്ന ഈ ഒരു കാര്യം അവർ നടപ്പാക്കിയത് വളരെ കൗശലപൂർണമായ നീക്കങ്ങളിലൂടെയാണ്. എന്നാൽ എന്തുകൊണ്ട് ധർമ്മപുത്രരെ ഈ കള്ളം പറയാനായി തിരഞ്ഞെടുത്തു? അവിടെയും ശ്രീകൃഷ്ണന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മൂത്തയാളാണ് ധർമ്മപുത്രർ. ഭീമസേനന് ഗദയും അർജുനന് ധനുസ്സുമാണ് ആയുധമെങ്കിൽ ധർമ്മപുത്രർ എന്ന യുധിഷ്ഠിരൻ തൻ്റെ ആയുധമായി സ്വീകരിച്ചത് ഉറച്ച നീതിയും ധർമ്മവുമായിരുന്നു. അധർമ്മത്തിനു മേൽ ധർമ്മം വിജയിക്കുന്നതിനായി ഏതറ്റം വരെയും പോകാമെന്ന ശ്രീകൃഷ്ണന്റെ നിലപാടിനെ അംഗീകരിച്ചപ്പോൾ ധർമ്മപുത്രർക്ക് ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നാൽ വാസ്തവത്തിൽ ധർമ്മപുത്രരെ കൊണ്ട് കള്ളം പറയിക്കുന്നുമില്ല. എങ്ങനെയാണത് സാധിച്ചത്? ദ്രോണരുടെ ഒരേ ഒരു ബലഹീനത അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവിൻ്റെ മികച്ച ഭാവി കൂടി മുന്നിൽ കണ്ടിട്ടാണ് ദ്രോണർ കുരു സാമ്രാജ്യത്തിൻ്റെ ഗുരുനാഥനായി മാറിയത്. അശ്വത്ഥാമാവ് മരിച്ചു എന്നറിയുമ്പോൾ ദ്രോണരുടെ മനോബലം തകരും. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഭീമസേനോട് അശ്വത്ഥാമാവ് എന്ന പേര് നൽകപ്പെട്ട ഒരാനയെ വധിക്കാനായി നിർദ്ദേശിക്കുന്നു. അതിനുശേഷം യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പാണ്ഡവർ ശത്രു സൈന്യത്തിനിടയിലേക്ക് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു. ദ്രോണർക്ക് ആദ്യം ഇത് അവിശ്വസനീയമായി തോന്നിയെങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനായി ധർമ്മപുത്രരോടാണ് ചോദിക്കുന്നത്. നീതിമാനായ ധർമ്മപുത്രർ ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന് ദ്രോണർക്ക് നന്നായി അറിയാം. തൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് അർജുനന്റെ കൈകളാൽ വധിക്കപ്പെട്ടോ എന്ന് ദ്രോണർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി അശ്വത്ഥാമ ഹത കുഞ്ചരഹ എന്നാണ് ധർമ്മപുത്രർ മറുപടിയായി നൽകുന്നത്. അശ്വത്ഥാമാവ് എന്ന ആന കൊല്ലപ്പെട്ടു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ആന എന്ന ഭാഗം ധർമ്മപുത്രർ പറയുമ്പോൾ മുൻ നിശ്ചയപ്രകാരം പെരുമ്പറകൾ അതിശക്തമായി മുഴക്കപ്പെടുന്നു. തൻ്റെ പുത്രനല്ല ആനയാണ് വധിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാതെ അതീവ ദുഃഖിതനായ ദ്രോണർ ധ്യാനത്തിൽ പ്രവേശിച്ച് സമാധിയാകുന്നു. മഹാഭാരതത്തിലെ ഏറെ വിവാദമുണർത്തുന്ന ഒരു അധ്യായം കൂടിയാണ് ധർമ്മപുത്രരെ കൊണ്ട് പറയിച്ച ഈ ഒരു സംഭാഷണം. അതിസൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതിനെ ഒരു കള്ളമായി നമുക്ക് വിലയിരുത്താനാകില്ല. ശ്രീകൃഷ്ണന്റെ ഭാഷയിൽ മറ്റൊരു യുദ്ധതന്ത്രം. ഈ കഥാസന്ദർഭത്തിലെ മൂലപുരുഷനായ ധർമ്മപുത്രർ ശരിക്കും ആരായിരുന്നു? പ്രതാപശാലികളായ ഭീമസേനനും അർജുനനും മുകളിലാണ് മഹാഭാരതത്തിൽ ധർമ്മപുത്രരുടെ സ്ഥാനം. കേവലം അവരുടെ ജ്യേഷ്ഠനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തികഞ്ഞ ധർമ്മബോധമാണ് പാണ്ഡവരെ യുദ്ധത്തിൽ വിജയികളാക്കി തീർത്തത്. പാണ്ഡവരെ കൗരവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയതും യുധിഷ്ഠിരൻ മുറുകെ പിടിച്ച നീതിബോധവും ധർമ്മവുമാണ്. ആരായിരുന്നു യുധിഷ്ഠിരൻ? ദുർവാസാവ് മഹർഷിയിൽ നിന്ന് കുന്തിദേവിക്ക് ലഭിച്ച 5 വരങ്ങളിൽ ഒന്നിൻ്റെ ഫലസിദ്ധിയാണ് ധർമ്മപുത്രർ. കുന്തിദേവിയുടെ ഭർത്താവായ കുരു ചക്രവർത്തി പാണ്ഡുവിന് സന്താനങ്ങളെ നൽകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കുന്തിദേവി തനിക്ക് ലഭിച്ച വരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. 5 മന്ത്രങ്ങളിൽ 2ാമത്തെ മന്ത്രം ഉരുവിട്ടപ്പോഴാണ് കുന്തിക്ക് മരണത്തിൻ്റെ ദേവനായ യമധർമ്മനിൽ നിന്ന് ഒരു പുത്രനെ ലഭിക്കുന്നത്. യുധിഷ്ഠിരൻ എന്ന പേര് നൽകപ്പെട്ട ആ പുത്രൻ സത്യധർമ്മങ്ങളുടെ മനുഷ്യഭാവമായിരുന്നു. എത്ര ദുഷ്കരമായ അവസ്ഥയിലും ധർമ്മത്തിൻ്റെ കവചം അദ്ദേഹം ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ യമധർമ്മൻ്റെ പുത്രൻ എന്നുകൂടി അർത്ഥമുള്ള ധർമ്മപുത്രർ എന്ന പേരിലാണ് ഏവരും ആദരപൂർവ്വം വിളിച്ചത്. മഹാഭാരതത്തിൽ താൻ ഉൾക്കൊള്ളുന്ന പാണ്ഡവരെന്ന 5 സഹോദരർക്കും ഭാര്യയായ പാഞ്ചാലിക്കും കൗരവരിൽ നിന്ന് നേരിടേണ്ടി വന്ന കടുത്ത അനീതികൾക്ക് മുൻപിൽ വളരെ നിശബ്ദനായിരിക്കേണ്ടി വന്നിട്ടുണ്ട് ധർമ്മപുത്രർക്ക്. സത്യം കൈവശമുള്ള തങ്ങൾക്ക് എന്നെങ്കിലും നല്ല കാലമുണ്ടാകും എന്ന തികഞ്ഞ വിശ്വാസമായിരുന്നു യുധിഷ്ഠിരൻ്റെ നിസ്സംഗ ഭാവത്തിന് പിന്നിൽ. അത് ശ്രീകൃഷ്ണൻ ശരിവെക്കുകയും ചെയ്തു.
ധർമ്മപുത്രനും സഹോദരന്മാരും ദുര്യോധനനും മറ്റ് കൗരവർക്കുമൊപ്പമാണ് ഹസ്തിനപുരത്തിൽ ബാല്യകാലം ചെലവഴിച്ചത്. ഭീമസേനൻ ദുര്യോധനന്റെയും സഹോദരന്മാരുടെയും കടുത്ത ശത്രുവായിരുന്നു. ഭീമസേനനെ കൊല്ലാനുള്ള ആഗ്രഹം ദുര്യോധനനിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരിക്കൽ ദുര്യോധനൻ പാണ്ഡവരെ ഗംഗയിൽ ജലകേളിക്കായി ക്ഷണിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് ധർമ്മപുത്രൻ സഹോദരന്മാരോടൊപ്പം കളികളിൽ പങ്കെടുത്തു. ഒരു രാത്രിയിൽ ദുര്യോധനൻ ഭീമസേനനെ ഒറ്റയ്ക്ക് പിടികൂടി കയറുകൊണ്ട് കെട്ടി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. സഹോദരനെ കാണാതായപ്പോൾ ഈ വിവരം അറിയിക്കാനായി ധർമ്മപുത്രർ അമ്മയായ കുന്തിയുടെ അടുക്കലേക്ക് പോകുന്നു. എന്നാൽ ഇതിനകം തന്നെ ബന്ധനത്തിൽ നിന്ന് സ്വയം വിമുക്തനായി ഭീമസേനൻ അമ്മയുടെ അടുക്കൽ എത്തിയിരുന്നു. ഈ വിവരം രഹസ്യമാക്കി വെക്കാനാണ് കുന്തിയും ധർമ്മപുത്രരും ഭീമസേനന് നൽകിയ നിർദ്ദേശം. കൗരവരും പാണ്ഡവരും ഒരുമിച്ചുള്ള ബാല്യം ഹസ്തിനപുരത്തിൽ എപ്പോഴും യുദ്ധപ്രതീതി ഉണ്ടാക്കുന്നതായിരുന്നു. ദ്രോണാചാര്യരുടെ കീഴിൽ ഹസ്തിനപുരത്തിൽ വെച്ച് ഇരുവർക്കും യുദ്ധപരിശീലനം ലഭിച്ചു. അർജുനൻ അസ്ത്രവിദ്യയിലും ഭീമൻ ഗദായുദ്ധത്തിലും പ്രാവീണ്യം പുലർത്തിയപ്പോൾ ധർമ്മപുത്രരാകട്ടെ രഥയുദ്ധത്തിലായിരുന്നു തൻ്റെ മേന്മ പ്രദർശിപ്പിച്ചത്. മഹാഭാരതത്തിൽ ഒരു പോരാളി എന്നതിലുപരി എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവ് എന്നതായിരുന്നു ധർമ്മപുത്രരുടെ പ്രസക്തി. മറ്റൊരവസരത്തിലും ദുര്യോധനന്റെ ചതിയിൽ നിന്ന് ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ പാണ്ഡവർ രക്ഷപ്പെടുന്നുണ്ട്. നല്ല പെരുമാറ്റം, നീതിബോധം, ഭരണപരമായ കാര്യക്ഷമത എന്നിവയാൽ ധർമ്മപുത്രർ പിതാവിനേക്കാൾ മികച്ചു നിൽക്കുകയും പ്രജകൾക്കിടയിൽ വളരെ ജനപ്രിയനാവുകയും ചെയ്തിരുന്നു. ഇതിൽ അസൂയപ്പെട്ട ദുര്യോധനൻ എങ്ങനെയെങ്കിലും പാണ്ഡവരെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പിതാവിൻ്റെ അനുമതിയോടെ പാണ്ഡവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി ദുര്യോധനൻ വാരണാസിയിൽ ഒരു കൊട്ടാരം പണിയുന്നു. വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന അരക്ക് എന്ന വസ്തു കൊണ്ടാണ് ആ കൊട്ടാരം നിർമ്മിച്ചത്. പാണ്ഡവർ അവിടെ താമസിക്കുമ്പോൾ കൊട്ടാരത്തിന് തീവെച്ച് അവരെ കൂട്ടത്തോടെ കൊല്ലുക എന്നതായിരുന്നു ദുര്യോധനന്റെ ഉദ്ദേശം. എന്നാൽ ഒരു ദൂതൻ വഴി ധർമ്മപുത്രർ ഈ വിവരം നേരത്തെ അറിയുകയും അവിടെ നിന്ന് പാണ്ഡവരോടൊപ്പം രക്ഷപ്പെടാനും കഴിഞ്ഞു. ദുര്യോധനന്റെ അറിവില്ലാതെ ആ കൊട്ടാരത്തിൽ നിർമ്മിച്ച ഒരു തുരങ്കം വഴിയാണ് പാണ്ഡവർ രക്ഷപ്പെട്ടത്. പിന്നീട് ശകുനിയുടെ നേതൃത്വത്തിൽ നടന്ന ചൂതുകളിയിൽ പാണ്ഡവർ പരാജയപ്പെട്ട് വനത്തിലേക്ക് പോകേണ്ടി വന്നതും 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കേണ്ടി വന്ന കഥ ഈ ചാനലിലെ മുൻ അധ്യായങ്ങളായ ശകുനി, പാഞ്ചാലി തുടങ്ങിയവയിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ 18-ാം ദിവസം കൗരവരെ പരാജയപ്പെടുത്തി പാണ്ഡവർ യുദ്ധത്തിൽ തങ്ങളുടെ വിജയം പ്രഖ്യാപിക്കുന്നു. അപ്പോഴും യുദ്ധഭൂമിയിൽ മരണം കാത്തുകൊണ്ട് ഒരാൾ കിടപ്പുണ്ടായിരുന്നു. ശരശയ്യയിലെ ഭീഷ്മ പിതാമഹൻ. പാണ്ഡവർ യുദ്ധത്തിൽ ജയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഭീഷ്മർ ധർമ്മപുത്രരെ അടുത്ത് വിളിച്ച് ഒരു നല്ല ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട ധർമ്മങ്ങൾ ഉപദേശിച്ചു നൽകുന്നു. അതോടൊപ്പം ഹസ്തിനപുരത്തിൻ്റെ രാജാവായ ധർമ്മപുത്രരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹസ്തിനപുരത്തിൻ്റെ രാജാവായി യുധിഷ്ഠിരൻ അഭിഷിക്തനായതിനു ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദ്വിഗ്വിജയങ്ങളുടെ യാഗമായ രാജസ്വയം നടത്താൻ തീരുമാനിക്കുന്നു. 36 വർഷത്തെ ഭരണത്തിന് ശേഷം അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തിനെ രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് പാണ്ഡവർ പാഞ്ചാലി സമേതരായി ധർമ്മപുത്രർ മുന്നിൽ നടന്നുകൊണ്ട് ഹിമാലയത്തിലേക്ക് അവസാന യാത്ര തിരിക്കുന്നു. യാത്ര മുന്നോട്ട് പോകുന്തോറും പാണ്ഡവർ ഓരോരുത്തരായി വഴിയിൽ വീണു മരിക്കുന്നു. ആദ്യം പാഞ്ചാലിയും പിന്നീട് നകുലനും സഹദേവനും അർജുനനും ഭീമസേനനും എല്ലാവരും ധർമ്മപുത്രരെ യാത്രയിൽ ഒറ്റയ്ക്കാക്കി വീരസ്വർഗത്തിൽ എത്തിച്ചേരുന്നു. ഒടുവിൽ മരിക്കാതെ അവശേഷിച്ച ധർമ്മപുത്രരും ഒപ്പം അനുഗമിച്ച ഒരു നായയെയും മാത്രമായി. കൈലാസങ്ങളുടെ ഗിരിശൃംഗങ്ങൾ താണ്ടുന്നതിനിടയിൽ ധർമ്മപുത്രരുടെ മുന്നിലേക്ക് പിതാവായ യമധർമ്മനും ദേവേന്ദ്രനും പ്രത്യക്ഷപ്പെടുന്നു. അവർ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ തന്നെ ഇത്രയും നേരം അനുഗമിച്ച നായയെ കൂടി കൂട്ടാതെ സ്വർഗത്തിലേക്കില്ല എന്ന് നിർബന്ധപൂർവം ധർമ്മപുത്രർ അവരെ ബോധിപ്പിക്കുന്നു. നായയെ ഒരിക്കലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവരും ധർമ്മപുത്രരെ അറിയിക്കുന്നു. അങ്ങനെ നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തിന് മുന്നിൽ തോൽവി സമ്മതിച്ച് ധർമ്മപുത്രരെ പരീക്ഷിക്കാനായി നായയുടെ വേഷത്തിൽ വന്നത് പിതാവായ യമധർമ്മൻ തന്നെയാണെന്ന് ഇന്ദ്രൻ വെളിപ്പെടുത്തുന്നു. അതുമാത്രവുമല്ല, ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അപൂർവമായ ഭാഗ്യവും യുധിഷ്ഠിരന് ഇന്ദ്രനിൽ നിന്ന് വരസിദ്ധിയായി ലഭിക്കുന്നു. മനുഷ്യരൂപത്തിൽ തന്നെ സ്വർഗത്തിലെത്തിയ ധർമ്മപുത്രർ ആകാശഗംഗയിൽ സ്നാനം ചെയ്ത് തൻഷിക്കുന്നു. ഒപ്പം ആത്മാവ് ദിവ്യലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ധർമ്മദേവന്റെ രൂപത്തിലേക്ക് മാറിയ അദ്ദേഹം ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള തൻ്റെ ബന്ധുക്കളെ അവിടെ കാണുന്നു. മഹാഭാരതത്തിൽ തൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരുന്ന ഹീനമായ ധർമ്മച്യുതിയും അസത്യങ്ങളും തന്നെ ബാധിക്കാതെ തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പാണ്ഡവരെ എല്ലാ ആപത്തുകളിൽ നിന്നും മുന്നോട്ട് നയിക്കുകയും ചെയ്തു ധർമ്മപുത്രർ.